ഇന്ന് നമുക്ക് കുറച്ച് പഴുത്ത വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ എന്നോട് ചേട്ടൻ പറയും നമുക്കിത് വെച്ചൊരു പായസം ഉണ്ടാക്കാമെന്ന്. ഞാൻ ഇതുവരെ ചക്ക പായസം കുടിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കത് ഉണ്ടാക്കാമെന്ന്. പായസത്തിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് പറയില്ല, പുള്ളിക്കാരൻ നല്ല കുക്കാണ്. പുള്ളിക്കാരൻ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ നമുക്കിതുപോലെയുള്ള വെറൈറ്റി ആഹാരങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. ഇതങ്ങനെ ശർക്കര പാനിയാക്കിയതാണ്. അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് നമ്മൾ നെയ്യിലാണ് വേവിക്കണത്. അപ്പോൾ ഇത്രയും നെയ്യ് ഒഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും നെയ്യ് വേണമെന്ന്. അപ്പോൾ പറഞ്ഞ് ഇത്രയും നെയ്യുണ്ടെങ്കിലേ ചക്ക അതിൽ കിടന്നങ്ങ് മൂത്ത് വരുവുള്ളെന്ന്. എന്നാൽ പിന്നെ ഇത്രയും ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ച് നമുക്ക് സാധനം തിന്നാൽ പോരെ. അങ്ങനെ എങ്ങനെയെങ്കിലും തിന്നാൽ പോരെ, നല്ല രുചിയോടെ തിന്നണം. അതിന് വേണ്ടി അണ്ടിപ്പരിപ്പ് നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ചേട്ടന് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കുക്ക് ചെയ്യാനും കുക്ക് ചെയ്തിട്ട് അത് കഴിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. നമ്മളത് കഴിച്ചിട്ട് നല്ലതെന്ന് കൊള്ളാമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. ചില പരീക്ഷണങ്ങളൊക്കെ ചേട്ടൻ്റെ അത് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. നമ്മൾ മിതുക്കുട്ടി എത്തിയിട്ടുണ്ട്. അവൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് അമ്മയെന്ന് പറഞ്ഞ് എന്നെ അമ്മയെന്ന് പറഞ്ഞ് ഇപ്പം കുറച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കും. അവൾ നല്ലതുപോലെ ഇപ്പം സംസാരിക്കും. അങ്ങനെ ഈ തലയിൽ കൊമ്പ് കെട്ടി അപ്പോഴേ അവൾ വലിച്ചെടുക്കും ബണ്ണ്. അവൾക്കത് ഇഷ്ടമല്ല. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ചക്ക നെയ്യിലോട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ്. ചക്ക മൂപ്പിക്കാൻ ഇട്ട നേരത്തിന് ഞാൻ മോളെ ഉറക്കാൻ പോയി. ഞാൻ മോളെ ഉറക്കാൻ പോയ സമയത്തിന് ചേട്ടൻ ശർക്കര പാനിയും പിന്നെ ഏലക്കായൊക്കെ അതിലിട്ട് എല്ലാം അതിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഇതൊന്നും വീഡിയോ എടുത്തില്ല എന്ന്. അയ്യോ അത് ഞാൻ മറന്നുപോയി, നീ അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ്. അപ്പം അടുത്തത് പാലൊഴിക്കുകയാണ്. നമ്മൾ പശുവും പാലാണ്. പാലൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുത്ത് നല്ല കുറുവി വരണമെന്ന് പറഞ്ഞ് ശരി അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നല്ലപോലെ കുറുവി വന്ന് വീണ്ടും പറഞ്ഞ് വെയിറ്റ് ചെയ്യുക, ഇനിയും കുറുവണമെന്ന്. അങ്ങനെ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്ത് കുറുവി വരിക എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തിരി കട്ടിയായിട്ട് വരണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് നല്ല കട്ടിയായിപ്പോയി. അവസാനം എൻ്റെ കൂടെ പറഞ്ഞൊരു പാത്രത്തിൽ എണ്ണ തേക്കാൻ. അങ്ങനെ ഞാൻ പാത്രത്തിൽ എണ്ണ തേച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന്. അപ്പോൾ പറഞ്ഞിട്ട് ഈ കട്ടി കൂടിപ്പോയി, ഇത് നമുക്ക് അലുവയാക്കാമെന്ന്, ചക്ക അലുവ. ഇടയ്ക്ക് കാക്കയുടെ സൗണ്ട് കേൾക്കാം. കാക്ക ഇവിടെ ഇരുന്ന് കാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ അലുവയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് അത് കണ്ടിച്ച് ഞാൻ തന്നെ ആദ്യം കഴിച്ച് നോക്കി. സാധനം സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ശർക്കരയും നെയ്യും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് തിന്നാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും കൊടുത്ത്, നമ്മൾ മിതുമോക്കും കൊടുത്ത്. മിതുമോക്കും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അപ്പം പരീക്ഷണം എന്തായാലും ഫ്ലോപ്പായില്ല. പായസം കുടിക്കാൻ നിന്ന് നമുക്ക് അവസാനം അലുവയിലായി പോയെങ്കിലും സംഭവം സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.